ഹലോ അല്ല ഇന്ന് ഏതായാലും എന്റെ പൊരന്റെ അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന കേരളത്തിൽ അല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു പള്ളി എന്നൊക്കെ തന്നെ പറയും. അത് കാണാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വ്യൂ പോയിന്റിൽ കട്ടെ നിങ്ങളെ കൊണ്ട് പോകണേ. നോക്കിയതാ പള്ളി വേറെ ഒന്നുമല്ല നമ്മളെ നോളജ് സിറ്റി തന്നെ കേട്ടോ. എന്റെ പൊരന്ന് ഏതായാലും 2 കിലോമീറ്റർ ഇങ്ങോട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരലുണ്ട്. കോഴിക്കോട് വയനാട് റൂട്ടിൽ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അതും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും എങ്ങനെ ആയിക്കോട്ടെ നമ്മൾ സമാധാനത്തിൽ വന്ന് നിസ്കരിച്ചും പോവാ. പോരാത്തതിന് കുട്ടിയൊക്കെ കളിക്കാൻ പാർക്ക് രൂപത്തിലായിട്ട് ഇതങ്ങോട്ട് നോക്കി ഇതിന്റെ ഉള്ളിലേക്ക് ബസ് സർവീസ് വരെ ഉണ്ട് കേട്ടോ. വേറെ എന്താ വണ്ടി. ഞങ്ങൾ ഏതായാലും ഇങ്ങോട്ട് എത്തിയ വൈകുന്നേരം 5:30 മണി ആയിരിക്കും കേട്ടോ. അതിനോട് തന്നെ തിരക്കും കുറവാണ്. തിരക്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടുത്തെ തിരക്ക് കാണണമെങ്കിൽ നമ്മൾ നോമ്പ് ടൈമിൽ ഇങ്ങോട്ട് വരണം. നാട്ടുകാരായിക്കോട്ടെ യാത്രക്കാരായിക്കോട്ടെ കുറെ ദൂരത്തുനിന്ന് ആയിക്കോട്ടെ ആളുകളൊക്കെ നോമ്പ് തുറക്കാനൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഭയങ്കര സെറ്റപ്പ് ആയിട്ടാണ് കേട്ടോ ഇവിടെ നടത്തലും. ഞങ്ങൾ ഏതായാലും മെയിൻ ആയിട്ട് വന്ന് ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇന്ന് ഇവൻ എന്താണെന്ന് അറിയില്ല, ഇവന് നല്ലോണം സഹകരിക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കാൻ കാട്ടിലൊക്കെ കുത്തിരുന്നിരുന്നുണ്ട്. ഏതായാലും കുറെ കാർന്ന് കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ എങ്ങനെ നടന്ന് വണ്ടി എടുത്ത് ലേസും വാങ്ങിയിട്ട് നേരെ വിട്ട് പെങ്ങളെ വീട്ടിലേക്ക്. പെങ്ങളെ വീട് അടുത്ത് തന്നെയാണ്, 26 മണൽവയൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. എനിക്ക് 3 പെങ്ങന്മാരാണ് കേട്ടുള്ളത്. അതിൽ ഇളയ പെങ്ങളെ വീട്ടിലാണ് ഇപ്പൊ പോണത്. അവൾക്ക് ആകെ ഒരു മാമനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അതിനോട് ഞാൻ കൊണ്ടുപോയ ലേസ് പോലും എനിക്ക് തന്നെ തരിക. ഇവിടുത്തെ മെയിൻ ഇവനാട്ടോ അജു. വെല് രണ്ടും ഒരേ പ്രായക്കാരായതുകൊണ്ട് തന്നെ വെല് ഭയങ്കര കട്ട കമ്പനി ആട്ടോ. ഇങ്ങോട്ട് പോരാൻ ഞാൻ വലിയ സുസ്കാന്തി കാണിച്ചാൽ വേറൊന്നും അല്ലട്ടോ. ഇവിടെ നിന്ന് ഞാൻ ചായ കുടിക്കാലോ, വെറുതെ പുറത്തൊന്നും ചായ കുടിച്ച് പൈസ ഇട്ടാളുണ്ടല്ലോ. ഭക്ഷണത്തിന്റെ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞിട്ട് എന്റെ കൂട്ടുകാരൻ പരാതി പറഞ്ഞ ഞാൻ ഭക്ഷണത്തിന്റെ കാര്യം ഒന്നും അദ്യം പറയുന്നില്ല. ചായ കുടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അദ്യം നിൽക്കണം. നമുക്ക് വേഗം വിട്ടാളാം. മക്കളോട് ടാറ്റയും പറഞ്ഞ് നമ്മളായിരുന്നു ഇറങ്ങി. പെങ്ങന്മാരെ മക്കളെ ഡീറ്റെയിൽസ് വീഡിയോ നമുക്ക് എന്ത് ചെയ്യും ഓരോ സൽക്കാരത്തിന് വിളിച്ചിട്ടാണ് ചെയ്യാം. ഒരേലെത്തിയാ പിന്നെ എന്റെ കലാപരിപാടിയും കൊണ്ട് കുത്തിരിക്കണം. നമുക്ക് ഏതായാലും പിന്നെ കാണട്ടോ.